എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വളരെ എളുപ്പത്തിൽ നമുക്കൊരു മീൻ പൊള്ളിച്ച് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ മീൻ പൊള്ളിക്കാൻ വേണ്ടി നമുക്ക് ഏത് മീൻ വേണമെങ്കിലും എടുക്കാം. ചാളയോ അയിലയോ മത്തിയോ നെമ്മീനോ അതുപോലെ തന്നെ തിലോപ്പിയോ ഏത് മീൻ വേണമെങ്കിലും കരിമീനോ ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ തിലോപ്പിയാണ് എടുത്തിരിക്കുന്നത്. നല്ലപോലെ കഴുകി വെട്ടി വൃത്തിയാക്കി എടുക്കുക. അതിനുശേഷം അതിനകത്ത് നമുക്ക് ആവശ്യമായ മസാല ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ലേശം ഉപ്പ്, ഇവ ലേശം വെള്ളം ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഈ മീനിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, അരപ്പ് തേച്ച് കൊടുക്കുകയാണ്. അത് നല്ലതുപോലെ അരപ്പ് തേച്ച് കൊടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുന്നു. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. തോനെ വെളിച്ചെണ്ണ വേണ്ട. അതിലേക്ക് ലേശം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്വാദ് കിട്ടും. അതിനുവേണ്ടിയാണ് കറിവേപ്പില ഉപയോഗിക്കുന്നത്. അപ്പോൾ ആ കറിവേപ്പില ലേശം ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ വെട്ടി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ ഒന്ന് മൊരിഞ്ഞു പോകരുത്, ഒരു ഷാലോ ഫ്രൈ പരുവത്തിൽ എടുക്കുക. അതിനുശേഷം ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 സൈഡും ഒന്ന് ചെറിയതായ രീതിയിലൊന്ന് ഷാലോ ഫ്രൈ ആയതിനു ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. അല്ലെങ്കിൽ അതേ പാനിൽ തന്നെ ഒരു ലേശം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്യാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ബ്രൗൺ നിറമായി വരുമ്പോഴത്തേക്ക് ചുമന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഒരു ചെറിയൊരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. തോനെ സവാള ആയി കഴിഞ്ഞാൽ മധുരമായി പോവും. അതുകൊണ്ട് ചുവന്നുള്ളി ആയിരിക്കും ഇച്ചിരി കൂടെ നല്ലത്. നിങ്ങളുടെ കയ്യിൽ ഏതാണോ അനുയോജ്യമായി ഉള്ളത് നിങ്ങളത് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ ഉള്ളിയിലേക്ക് ഒരു ലേശം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഉപ്പിടുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും. അതിനുശേഷം അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേക്ക് ഞാനൊരു തക്കാളിയും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. അതിനുശേഷം ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു ലേശം കുരുമുളക് പൊടി, ഒരു ലേശം മഞ്ഞൾപ്പൊടി ഇവയിട്ട് നല്ലതുപോലെ ഒന്ന് പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ചെറിയ തീയിലിട്ട് വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അതിനുശേഷം ഞാൻ തേങ്ങാപ്പാൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ നാടൻ തേങ്ങയുടെ പാലാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അത് ഒരു 1/4 പാൽ എടുക്കുക. അതിനുശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ ഉപ്പുണ്ടോ നോക്കുക. ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ ലേശം ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു വാഴയില വാട്ടിയെടുക്കുക. വാട്ടിയെടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല ആദ്യം വാഴയിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ഒരു മീൻ വാഴയിലയിലേക്ക് വെച്ച് കൊടുത്തതിന് ശേഷം ലേശം മസാലയും കൂടെ അതിന് മേളിലോട്ട് വെച്ച് കൊടുത്തിട്ട് വാഴയില നല്ലതുപോലെ ഒന്ന് മടക്കി പൊതിഞ്ഞ് കെട്ടിയെടുക്കുക. ഇതുപോലെ തന്നെ ബാക്കി മീനുകളും ഞാനൊന്ന് തയ്യാറാക്കി എടുക്കുകയാണ്. അതിനുശേഷം ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്ത് ഒരു ലേശം നുള്ളി വെളിച്ചെണ്ണ ഒന്ന് തേച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഈ വാഴയില കെട്ടി വെച്ചിരിക്കുന്ന മീനുകൾ അതിലേക്ക് ഇട്ട് വെച്ച് കൊടുക്കുക. ഒരു ചെറു തീയിലിട്ട് നമുക്കതൊന്ന് വാഴയിലയിൽ വെച്ചൊന്ന് വാട്ടിയെടുക്കാം. ഒരു സൈഡൊന്നായി വരുമ്പോഴത്തേക്ക് നമുക്ക് തിരിച്ചിട്ട് മറു സൈഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള മീൻ പൊള്ളിച്ചത് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്തവർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ആ തേങ്ങാപ്പാലൊക്കെ പിടിച്ച് വാഴയിലയുടെയൊക്കെ ഒരു മണവും നല്ല സൂപ്പറാണ്. വായിൽ വെള്ളം ഊറുന്ന രുചിയിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഓക്കെ, ബൈ.